കത്തോലിക്ക കൗണ്ടസിന്റെ UDF-നെതിരെയുള്ള വിമർശനം വെൽഫെയർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇത് NDA BJP എങ്ങനെയാണ് കാണുന്നത്? ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെ രാഷ്ട്രവിരുദ്ധരും രാജ്യസ്നേഹികളും തമ്മിലൊരു തെരഞ്ഞെടുപ്പായി മാറുകയാണ്. ഏത് വിധേന നിങ്ങൾക്കറിയാം, ഇവിടെ വലിയ രീതിയിലുള്ള മുസ്ലിം പോപ്പുലേഷനുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി എങ്ങനെ അത് ഏതു തീവ്രവാദ സംഘടനകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി ഉമ്മൻചാണ്ടി ഗവൺമെന്റ് തന്നെ ഇതൊരു തീവ്രവാദ സംഘടനയാണെന്ന് കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്ത സംഘടനയാണ്. അവരുടെ സഹായമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അല്ല, ഞാൻ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നു ഷോണെ, ഹാഗിയ സോഫിയ ലേഖനം സാദിഖ് അലി തങ്ങളെ കൊണ്ട് എഴുതിപ്പിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് KT ജലീൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ വിഷയം നിങ്ങൾ പലതവണ ഉന്നയിച്ചൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അത്തരത്തിലൊരു ക്രൈസ്തവ സമുദായത്തിന് ഒരു വല്ലാതെ വ്രണപ്പെട്ടിട്ടുണ്ട്, അതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനത്തിലുള്ളത് എന്ന് കരുതുന്നുണ്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിട്ടെ, ഇപ്പൊ മുനമ്പം വിഷയം, ഇത് ഹാഗിയ സോഫിയ വിഷയത്തിന്റെ വിശദാംശങ്ങൾ അറിയാം. ഇന്ന് വരെയും അതിലൊരു ഖേദം പ്രകടിപ്പിക്കാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും മതേതരത്വം പറയുന്ന മുസ്ലിം ലീഗും പാണക്കാട്ട് തങ്ങന്മാരും ആ വിഷയത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് വലിയ മാനസിക ബുദ്ധിമുട്ടുണ്ടായി എന്ന് അറിഞ്ഞിട്ട് പോലും അതിലൊരു ക്ഷമാപണം നടത്താനോ ആ വിഷയത്തിൽ ഇന്ന് വരെയും കോൺഗ്രസ് ഒരു നിലപാട് പറഞ്ഞിട്ടില്ല. എല്ലാ കാലത്തും ക്രൈസ്തവർ വോട്ട് മേടിക്കുന്ന കോൺഗ്രസ് ഈ വിഷയത്തിൽ നിലപാട് പറഞ്ഞിട്ടില്ല. ഇവിടെ എല്ലാവരെയും സഹിക്കണം, എന്തും ക്രൈസ്തവർ സഹിച്ചോട്ടെ എന്നാണ് അവർ പറയുന്നതെങ്കിൽ അതിൽ വലിയ അസ്വസ്ഥതയിനകത്തുണ്ട്. ഇപ്പൊ മുനമ്പം വിഷയം ആർക്ക് വേണ്ടിയാണ് ഇവർ ഈ വഖഫ് ബോർഡിന് കൂട്ടി നിൽക്കുന്നത്? വഖഫ് ബോർഡ് ഇപ്പൊ പ്രകടമായിട്ട് വഖഫ് ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ അപ്പീൽ കൊടുത്തത് സംസ്ഥാന സർക്കാർ. ഇപ്പോഴും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള UDF-ന്റെ കക്ഷികൾ മുഴുവൻ സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതി ബില്ലിനെതിരെ നിലകൊള്ളുന്നു. പക്ഷെ ഇതെല്ലാം ഇവിടെ വരുമ്പോ ഇല്ല. അല്ല, ഈ കത്തോലിക്ക കോൺഗ്രസിന്റെ ഈ വിമർശനം പക്ഷേ അത് നിങ്ങൾ എങ്ങനെ കാണുന്നു? നിങ്ങൾക്ക് ഇപ്പൊ മുനമ്പ സമയത്തൊക്കെ എടുത്ത പോലത്തെ ഒരു അനുഭാവപൂർവമായ നിലപാട് കത്തോലിക്ക കോൺഗ്രസ് ഇവിടെ NDAക്ക് വേണ്ടിയിട്ടോ BJPക്ക് വേണ്ടിയോ ഇതുവരെ പരസ്യമായിട്ട് എടുത്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ സമുദായങ്ങളുടെ പിന്തുണ അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇവിടെ? അല്ല, ക്രൈസ്തവ സമുദായത്തിലല്ല, മതേതര കാഴ്ചപ്പാടുള്ള ഏതൊരു വ്യക്തിക്കും, അത് ക്രൈസ്തവരാകട്ടെ, ഹിന്ദു ആകട്ടെ, മുസ്ലിം ആകട്ടെ, മതേതര കാഴ്ചപ്പാടുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ന് ഇവിടെ വോട്ട് ചെയ്യാൻ ഒരു സ്ഥലമുള്ളൂ, അത് മോഹൻ ജോർജാണ്, BJP ആണ്. അത് താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുള്ളൂ. ബാക്കി UDF-ന്റെ ആകട്ടെ LDF-ന്റെ ആകട്ടെ. എന്നിട്ട് ഈ അൻവർ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അൻവർ ഇത് തന്നെയല്ല ചെയ്തുകൊണ്ടിരുന്നത്. അൻവർ പ്രകടമായി VS ജോയിക്ക് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചു. VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ദേശം പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്നേഹമൊന്നുമല്ലായിരുന്നു. VS ജോയിക്ക് ആര്യാടനുമായിട്ടുള്ള പ്രശ്നമായിരുന്നു. അല്ലാതെ നിലമ്പൂരിലെ ക്രൈസ്തവ സമുദായത്തിന് അമർഷമുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏത് മുന്നണിക്ക് എതിരെയാണ്? നിലമ്പൂരിൽ ക്രൈസ്തവ സമുദായത്തിന് വലിയ അമർഷം ഈ വിഷയങ്ങളിലുണ്ട്. ഇത് മാത്രമല്ല, വന്യമൃഗശല്യം, ഇവിടുത്തെ റബ്ബർ വില 250 രൂപ റബ്ബറിന് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ടില്ല. അതിൽ വലിയ അമർഷമുണ്ട്. തീർച്ചയായിട്ടും ഇനി ഇവിടുത്തെ ഒരു ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് ആശ്രയിക്കാവുന്ന രാഷ്ട്രീയ പാർട്ടി BJP ഉള്ളൂ എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അത് കൃത്യമായി തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും.